നമസ്കാരം, എൻ്റെ പേര് സ്മിത ഹരിദാസ്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. +1 ഫിസിക്സിലെ 8ാം അധ്യായമായ ഗ്രാവിറ്റേഷന്റെ 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G = gm/r² എന്ന എക്സ്പ്രഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. 2-3 ദിവസമായി. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു തന്നതിന് ശേഷം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകുന്തോറും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നും അതുപോലെ ഭൗമോപരിതലത്തിൽ നിന്നും ഒരുപാട് ആഴത്തിലായിരിക്കുമ്പോഴും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നും പറഞ്ഞു തരാം. 2 ഡെറിവേഷൻസ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ശ്രദ്ധിച്ച് പഠിക്കണം. വീഡിയോ ക്വാളിറ്റി 720 പിക്സൽ ആക്കിയിരുന്നാൽ വ്യക്തമായി കാണാൻ സഹായകരമായിരിക്കും. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. റിലേഷൻ ബിറ്റ്വീൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആൻഡ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് ആ വസ്തുവിന്റെ ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഭൗമോപരിതലത്തിൽ ഒരു വസ്തു m മാസുള്ളത് ഇരിക്കുന്നതായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ m മാസുള്ള വസ്തുവിന്റെ ഭാരം അഥവാ വെയിറ്റ് എന്നത് mg ആയിരിക്കും. ഗുരുത്വാകർഷണ നിയമപ്രകാരം വസ്തുവിനും ഭൂമിക്കും ഇടയിലുള്ള ആകർഷണ ബലം G, M, m/R² ആണ്. നമ്മുടെ ഇക്വേഷൻ F = G(m1m2)/r² എന്നാണ്. m1 എന്നത് ഇവിടെ ഭൂമിയാണ്, ഭൂമിയുടെ മാസ് M, m2 എന്നത് വസ്തുവാണ്, വസ്തുവിന്റെ മാസ് m. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 മാസസ്, അതായത് ഭൂമിയുടെ കേന്ദ്രവും വസ്തുവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് ഭൂമിയുടെ റേഡിയസ് R ആണ്. mg എന്ന ഇക്വേഷനും G, M, m/R² എന്ന ഇക്വേഷനും ഒരേ കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടും ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് വസ്തുവിൽ. അങ്ങനെയാകുമ്പോൾ 2 ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന g യുടെ വാല്യൂ G, M/R² എന്നാണ്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭൗമോപരിതലത്തിൽ g യുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൗമോപരിതലത്തിൽ ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G യുടെ വാല്യൂ 6.67 × 10⁻11 Nm²/kg² ആണ്. ഭൂമിയുടെ മാസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻30 കിലോഗ്രാം ആണ്. ഭൂമിയുടെ റേഡിയസ് ആവറേജ് വാല്യൂ 6400 കിലോമീറ്റർ എന്നെടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക g യുടെ വാല്യൂ 9.8 m/s² എന്നായിരിക്കും. അതായത് the value of G is independent of the mass of the body. m എന്നുള്ളത് ഇക്വേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് m ഓഫ് ദി ബോഡി. വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഭൗമോപരിതലത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അവയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അവയിലെല്ലാം അനുഭവപ്പെടുന്നത് ഒരേ ത്വരണം തന്നെയായിരിക്കും. എപ്പോഴാണ്? അവ താഴേക്ക് വീഴുമ്പോൾ. ഓക്കെ, എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുവാൻ പറ്റുന്നത്. ഓക്കെ, ഭൗമോപരിതലത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എർത്തിന്റെ സർഫസിൽ നിന്നും h ഉയരത്തിലാണ് ഒരു വസ്തുവെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുമോ? തീർച്ചയായും ഇല്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g = G, M/R². ആ എക്സ്പ്രഷനിൽ തീർച്ചയായും മാറ്റം വരും. h ഉയരത്തിൽ m മാസുള്ള വസ്തുവിൽ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി
G1 ആണെന്നിരിക്കട്ടെ. Then G1 equal to capital G capital M divided by R plus H the whole square എന്നാവും. ഇത് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് ഭൗമോപരിതലത്തിൽ ജിയുടെ വാല്യൂ അറിയാം, gm by r square. This is equation 2. To find the value of G1, let us take the ratio of both the equations. Equation 1നെ equation 2 കൊണ്ട് ഹരിക്കാം. ഒരു ഫ്രാക്ഷനാണ് ഹരിക്കാനുള്ളത്. ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കുക എന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുകയാണെന്ന് അറിയാലോ. G1ഉം ഫ്രാക്ഷനാണ്, ജിയും ഫ്രാക്ഷനാണ്. അപ്പോൾ ജി കൊണ്ട് ഹരിക്കാനുള്ളപ്പോൾ ജി എന്ന ഫ്രാക്ഷനെ തിരിച്ചിട്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? G1 by G equal to Gm by R plus H the whole square into R square divided by Gm. Gm gets cancelled. Then G1 by G equal to R square divided by R plus H the whole square. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം LHSൽ G1 മാത്രമാകും. G1 equal to G R square divided by R plus H the whole square. ഓക്കെ, ആർ സ്ക്വയർ ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും ഉണ്ട്. ആർ സ്ക്വയറിനെ എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്ററിലെ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിൽ നിന്നും ആർ സ്ക്വയർ പുറത്തെടുത്താലേ ന്യൂമറേറ്ററിലുള്ള ആർ സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? G1 equal to G R square divided by R square into 1 plus H by R the whole square എന്നായിരിക്കും. R square ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വരിക G1 equal to G divided by 1 plus H by R the whole square എന്നാണ്. ഇനി എന്താ വേണ്ടത്? ഡിനോമിനേറ്ററിലെ 1 plus H by R the whole squareനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അന്നേരം G1 equal to 1 plus H by R the whole raised to minus 2 എന്നാകും. 1 plus H by R the whole raised to minus 2നെ എക്സ്പാൻഡ് ചെയ്യണം. ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. ആദ്യത്തെ രണ്ട് ടേംസ് മാത്രം എടുത്താൽ മതിയാകും. കാരണം H എന്നുള്ള വാല്യൂ ക്യാപിറ്റൽ ആർ റേഡിയസ് ഓഫ് എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതുകൊണ്ട് ആദ്യത്തെ രണ്ട് ടേംസ് മാത്രം എടുത്താൽ മതി. ഹയർ ഓർഡർ ടേംസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആകുമ്പോൾ എക്സ്പ്രഷൻ വരിക G1 equal to G into 1 minus 2H divided by R എന്നായിരിക്കും. പ്രത്യേകം ഓർക്കുക, എർത്തിന്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ക്യാപിറ്റൽ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ എച്ച് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് നമുക്ക് G1 equal to G into 1 plus H by R the whole raised to minus 2നെ എക്സ്പാൻഡ് ചെയ്തപ്പോ G1 equal to G into 1 minus 2H by R എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തത്. ഇത് ആക്ച്വൽ വാല്യൂ അല്ല, അപ്രോക്സിമേഷൻ ആണ്. ഹയർ ഓർഡർ ടേംസ് എല്ലാം നെഗ്ലക്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഒരു 10 കിലോമീറ്റർ ഉയരത്തിലുള്ള വസ്തുവാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസം വളരെ വളരെ ചെറുതാണ്. അത് നമ്മുടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ നിന്ന് പറയത്തക്ക വ്യത്യസ്തമൊന്നും ആയിരിക്കില്ല. ഒരു 1000 കിലോമീറ്റർ ഉയരത്തിലൊക്കെയുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ 6400 കിലോമീറ്റർ റേഡിയസ് ഉള്ള എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വ്യത്യാസം വന്നേക്കാം. 10 കിലോമീറ്ററിലൊന്നും പറയത്തക്ക വ്യത്യാസം ഉണ്ടാവുകയില്ല. ഓക്കെ, ഇനി നമ്മുടെ വസ്തു ഡി ഡെപ്തിലാണെന്ന് വിചാരിക്കുക. എർത്തിനെ ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെയാണ് കാൽക്കുലേഷൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ സ്ഫിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണെന്ന് അറിയാലോ. അതായത് വോളിയം ആർ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് മാസ്.
അതുകൊണ്ട് തന്നെ മാസ് ഓഫ് ദി സ്ഫിയർ ഈസ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഡി ഡെപ്തിലുള്ള സ്മോൾ സ്ഫിയറിന്റെ റേഡിയസ് r-d ആണ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഈ സ്മോൾ സ്ഫിയറിന്റെ മാസ് m⁻s എന്ന് കൊടുക്കുക. മാസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ M എന്നും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ms ഡിവൈഡഡ് ബൈ m ഈക്വൽ ടു r-d ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r ക്യൂബ് ആയിരിക്കും. റേഷ്യോ എടുത്തതാ. കാരണം എന്താ? മാസ് ഓഫ് എ സ്ഫിയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ഇറ്റ്സ് റേഡിയസ്. ഈ ഇക്വേഷനിൽ നിന്നും ഇക്വേഷൻ 1 നമുക്ക് പ്രത്യേകമായി എടുത്തെഴുതാം. ms ഈക്വൽ ടു m ഇൻറ്റു r-d ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ r ക്യൂബ്. ഇക്വേഷൻ 1 ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ സ്മോൾ സ്ഫിയറിലെ ഒരു പോയിന്റ് മാസ് ആണ് സ്മോൾ. ഒരു റെഡ് ഡോട്ട് ഇട്ട് കാണിച്ചിട്ടില്ലേ? അത് സ്മോൾ സ്ഫിയറിലെ ഒരു പോയിന്റ് മാസ് ആണ്. അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F ഈക്വൽ ടു G ms m ഡിവൈഡഡ് ബൈ r-d ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. അതിനെ ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുക. ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് വന്നത്? F ഈക്വൽ ടു G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന ഫണ്ടമെന്റൽ ഇക്വേഷനിൽ നിന്ന് വന്നതാണ്. ക്യാപിറ്റൽ M എർത്തിന്റെ മാസും സ്മോൾ m മാസ് ഓഫ് ദി ബോഡിയും ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് എർത്തും ആയിരിക്കുമ്പോൾ ഭൗമോപരിതലത്തിലെ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തിനുള്ള ഇക്വേഷൻ ആണ് F ഈക്വൽ ടു G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R സ്ക്വയർ എന്നത്. ഓക്കെ, അപ്പം ഇക്വേഷൻ 1ഉം 2ഉം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഇക്വേഷൻ 1 ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോ നമുക്ക് G സ്മോൾ m ഡിവൈഡഡ് ബൈ r-d ദ ഹോൾ സ്ക്വയർ അതങ്ങ് മാറ്റി എഴുതാം. ഇനി ഏതാ വേണ്ടത്? ms-ന്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ളത്. ms-ന്റെ വാല്യൂ ഇക്വേഷൻ 1ൽ നിന്ന് അങ്ങ് എഴുതി കൊടുക്കുക. Therefore, capital F equal to G small m divided by r-d the whole square into m into r-d the whole cube divided by r cube. ഇവിടെ r-d the whole square ഡിനോമിനേറ്ററിൽ ഉള്ളതും ന്യൂമറേറ്ററിലെ ഒരു r-dയും കൂടി ക്യാൻസൽ ആയി പോകും. സോറി, r-d the whole squareും കൂടി ക്യാൻസൽ ആയി പോകും. പിന്നെ വരുന്നത് F ഈക്വൽ ടു G ക്യാപിറ്റൽ M സ്മോൾ m ഇൻറ്റു r-d ഡിവൈഡഡ് ബൈ r ക്യൂബ് എന്നായിരിക്കും. ഈ ഇക്വേഷനിൽ നിന്ന് F ബൈ സ്മോൾ m എടുക്കാം. ഓക്കെ, അതാണ് ഡി ഡെപ്തിലുള്ള വസ്തുവിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് d GD ഈക്വൽ ടു F ബൈ M ഈക്വൽ ടു G M into r-d divided by r cube. Okay. Acceleration due to gravity on the surface of the earth small g equal to G capital M divided by capital R square. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നേരത്തെ എഴുതിയ എക്സ്പ്രഷൻ GD equal to G into r-d divided by r. r-d by r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - d by r ആണ്. Therefore, GD equal to G into 1 - d by r. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് സ്മോൾ d. ഡി ഡെപ്തിലേക്ക് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1 - d by r കണ്ട് കുറയുമെന്നാണ് ഈ ഇക്വേഷന്റെ അർത്ഥം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ആവുക ഭൗമോപരിതലത്തിലായിരിക്കുമ്പോഴാണ്. Gm by r സ്ക്വയർ, അതാണ് മാക്സിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഉയരങ്ങളിലേക്ക് പോയാലും ആഴങ്ങളിലേക്ക് പോയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ഓക്കെ, ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ 1 - 2h by r കണ്ട് കുറയും. ഡെപ്തിലേക്ക് പോകുമ്പോൾ 1 - d by r കണ്ട് കുറയും. ഈ രണ്ട് ഡെറിവേഷനും
ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കണം, എഴുതി എഴുതി പഠിക്കണം. രണ്ടാമത്തെ ഡെറിവേഷൻ കുറച്ച് ശ്രദ്ധിച്ച് പഠിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ +1 കൂട്ടുകാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.